ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വൈകുന്നേരം ചായയുടെയൊക്കെ കൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ കഷ്ണം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കണ്ട, 1/2 ടീസ്പൂൺ മതിയാകും. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്, ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതുപോലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മയോണൈസ് വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഒരു 8 പീസ് ബ്രെഡോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കൊരു മാവിൻ്റെ പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യരുത്. ഞാനിപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം നമ്മളൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ മയോനൈസും അതുപോലെ തന്നെ ആ ബ്രെഡുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഇനി കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാൻ ഇതൊന്ന് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇതുപോലെ ചീസ് വെച്ച് കൊടുത്തിട്ട് ഇത് 2 സൈഡും ഒരുപോലെ ഒന്ന് പ്രസ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇനി ഇത് ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് ഞാനിപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കത്തില്ലേ, അതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മളിത് ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഷേപ്പായി കിട്ടുകയും ചെയ്യും. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്ക് ഓരോന്നും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1-2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതാ ഇതുപോലൊന്ന് കളർ മാറി വരുന്ന സമയം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ ബാക്കിയും കൂടി ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരു മുട്ടയും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്